ഹലോ ഗായ്സ്, വെൽക്കം ടു ജെറീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നുള്ള ധാരണയിലാണ് നടക്കുന്നത്. കാരണം ഇന്നെൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ഉള്ള ദൈവത്തോടെല്ലാം പ്രാർത്ഥിച്ചാണ് ഇന്നെൻ്റെ നടത്തം. അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ബസ് എന്നോട് ആ ചതി കാണിച്ചത്. ബാക്കിലെ ഒരു ഡോർ തുറന്നു വരുന്ന കാരണത്താൽ ബസ്സിനെ ഒരടി നീക്കാൻ പറ്റില്ല എന്നുള്ള സത്യാവസ്ഥ ഡ്രൈവർ എന്നോട് പറയാനിടയുണ്ടായി. നാട്ടിലായിരുന്നെങ്കിൽ ഒരു നൂൽക്കമ്പിയും കൊണ്ട് തീർക്കാനുള്ള പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദിവസത്തിന്റെ തുടക്കം തന്നെ നല്ലൊരു അനുഗ്രഹം എനിക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ വിളിച്ചുവിടുന്ന രക്ഷകനായി എൻ്റെ കൂടെയുള്ള ആൾ എത്തുകയുണ്ടായി. ആളുടെ കയ്യിൽ നിന്നും ശകുനി എന്ന വിളിപ്പേരും സ്വന്തമാക്കി ഞാൻ യാത്രയായി. എനിക്ക് ബാൻബ്രി എന്ന സ്ഥലത്ത് ചെന്നിട്ട് ടെസ്റ്റിന് മുൻപായി 1 മണിക്കൂർ ട്രയൽ റൺ ഉണ്ടായിരുന്നു. എന്നിട്ട് വാമപ്പ് ആയിട്ട് വേണം ടെസ്റ്റിന് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ. അങ്ങനെ ഞാൻ ബൂം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പടക്കുതിരയെ കണ്ടുപിടിച്ച് ആശാന്റെ കാൽ തൊട്ട് വന്ദിച്ച് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവിംഗ് സീറ്റ് എന്ന ഹോട്ട് സീറ്റിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ശക്തമായ തള്ളുകളായിരുന്നു എൻ്റെ ഇൻസ്ട്രക്ടർ കേൾക്കേണ്ടി വന്നത്. പക്ഷേ പുള്ളിക്കാരി അധികം എൻ്റെ തള്ളുകൾക്ക് റിപ്ലൈ തരാത്തതുകൊണ്ട് എനിക്ക് പിന്നെയും തള്ളാൻ ഒരു മോട്ടിവേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ ശിക്ഷണത്തിൽ അലിഞ്ഞു ചേർന്ന് ഡീസൻ്റായി ഞാൻ ഓടിച്ചുപോയി. കാരണം പ്രധാന ഉദ്ദേശം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക എന്നതാണല്ലോ. കുറേ നാളുകൂടി വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. ഡ്രൈവിങ്ങിൻ്റെ എല്ലാത്തരം അടവുകളും എൻ്റെ ഇൻസ്ട്രക്ടർ പറയുകയുണ്ടായി. ടെസ്റ്റിൻ്റെ സമയത്ത് 18ാമത്തെ അടവ് പ്രയോഗിക്കാനുള്ള ഇട വരുത്തരുതേ എന്ന പ്രാർത്ഥനയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത, ഒരു ചെറിയ തെറ്റിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. കുറച്ചു നേരം സമാധാനമായി ഓടിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സൊന്ന് ശാന്തമായി. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് മാനസികവും ശാരീരികവുമായി ഞാൻ റെഡിയായി. ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ വീഡിയോ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിയമപരമായി അതെന്നെ അനുവദിക്കില്ല. അങ്ങനെ ടെസ്റ്റിൻ്റെ സമയം കടന്നു വന്നിരിക്കുന്നു. ഇതിൽ തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങി ഞാൻ ഗോദയിലേക്ക് ഇറങ്ങി. അവസാനം ഞാൻ പാസ്സായി സുഹൃത്തുക്കളെ. ആ ഒരു സമയത്തെ ഫീൽ എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ആശാന് ഒരു നന്ദി രേഖപ്പെടുത്തി ആ സർട്ടിഫിക്കറ്റ് നോക്കിയിരുന്നു. അവസാനം സന്തോഷം വരുമ്പോൾ എൻ്റെ വയറിനെ ഞാൻ മറക്കില്ല എന്ന ധാരണയിൽ സന്തോഷത്തോടെ ഒരു ഗ്രിൽ ചിക്കനും കഴിച്ച് വീട്ടിലേക്ക് ജയിച്ചതിൻ്റെ ഭാഗമായി കുറച്ച് ചോക്ലേറ്റും മേടിച്ച് ഞാൻ യാത്രയായി. അപ്പോൾ ശരി കേട്ടോ, അടുത്ത വിശേഷവുമായി പിന്നെയും കാണാം. ബൈ ബൈ.